മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. എൻ്റെ ഇന്നത്തെ ഒരു വൈകുന്നേരം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ വൈകുന്നേരം ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഇന്നത്തെ ഒരു വൈകുന്നേരം. അപ്പോൾ ഇവിടെ വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, സമയം ഇപ്പോൾ തന്നെ 6:30-7 മണി അറൗണ്ട് ആയിട്ടോ. പക്ഷെ ഇവിടെ നല്ല വെയിലാണ്. സമ്മർ ആകുമ്പോഴത്തേക്ക് ഒരു 9 മണി വരെയൊക്കെ വെയിൽ അത്യാവശ്യം ഉണ്ടാവും. നമുക്ക് രാത്രിയായി എന്നുള്ളൊരു ഫീല് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള പരിപാടി എന്തൊക്കെയാണ് എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, കുറേ നാളെ ഞാനൊന്ന് സെൽഫ് കെയർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. അപ്പോൾ ഇന്നൊരു ഒരു ഫ്രീ ഡേ ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിൽ എന്തെങ്കിലും ഈ ടാനൊക്കെ മാറുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഞാനിപ്പോൾ സൺസ്ക്രീൻ തേക്കാറുണ്ട്. അതില്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അന്ന് വീട്ടിലൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റ് ആവാമെന്ന് വെച്ചു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തറവാട് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആവും വരാനായിട്ട്. ലേറ്റ് ആവുമെന്ന് വെച്ചാൽ കുറച്ച് നേരം എടുക്കും വരാനായിട്ട്. കാരണം എനിക്ക് നല്ല ചോറും കറികളും ഒക്കെ കഴിക്കാനൊരു മൂഡ്, പക്ഷേ ഉണ്ടാക്കാനായിട്ടുള്ളൊരു മൂഡില്ല. ഇന്നൊരു റെസ്റ്റ് ആണ്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ എന്തെങ്കിലും സീനിൻ്റെയൊക്കെ കണ്ട് പിന്നെ ടോഫിന് ഒരു വാക്കിനൊക്കെ കൊണ്ടുപോയി അങ്ങനത്തേക്ക് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അധികം ലേറ്റ് ആക്കാണ്ട് അടിപോയിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഓക്കെ. ടോഫി പിന്നെ നമ്മുടെ റൂമിൽ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, എങ്ങോട്ടും പോയിട്ടുണ്ടായില്ല. പിന്നെ അതേപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ആ സൈഡ് മാത്രം കുറച്ച് മെസ്റ്റപ്പ് ആയിട്ട് കിടന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അടിയിൽ പോയിട്ട് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ റൂം ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കൊന്ന് കുളിക്കാം. പിന്നെ വെതറെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സൂപ്പർ വെതർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെതറായിരുന്നു കേട്ടോ. ടോഫിക്കാണെങ്കിലും പുറത്തിരിക്കാനും പാർക്കിലൊക്കെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് അറിയാം. വാക്കിന് പോവാം, വാക്കിന് പാർക്കിൽ പോവാം. പാർക്കിൽ പോവാം ടോഫി, പാർക്കിൽ പോവാം. അപ്പോൾ വാക്ക് പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. ടോഫിന് വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പൂക്കളും ഗാർഡനും ഒക്കെയാണ്. സമ്മർ ആകുമ്പോൾ നല്ല ഭംഗി. നമുക്ക് ടോഫിനെയും കൊണ്ട് ഒന്ന് വാക്കിന് പോവാം. അപ്പം നല്ല വെയിലാണ്, നല്ല വെതറാണ്. എന്നിട്ട് വന്നിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാം. നല്ല വെതർ ആയതുകൊണ്ട് പാർക്കിൽ നടക്കാൻ പോയപ്പോഴാണ് ഒരുപാട് പേരുള്ളത് കണ്ടത്. ആദ്യമായിട്ടാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ കാണുന്നത് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അവരവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. ഫസ്റ്റ് തന്നെ പാർക്കിൽ പോയപ്പോഴത്തേക്കും ടോഫിക്ക് ഒരു സുഹൃത്തിനെ കിട്ടി. ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. ഓടി വന്നു ടോഫീൻ്റെ അടുത്ത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ വീട്ടിലും കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നടക്കാനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ക്ലിപ്പിൽ കാണാൻ പറ്റിയ ആ സുഹൃത്ത് ആരാണ് ടോഫീൻ്റെ അടുത്ത് ഓടി വന്നതെന്ന് കേട്ടോ. പാർക്കിൽ വന്നപ്പോഴത്തേക്കും കുറേ പേരുണ്ട് കേട്ടോ. ടോഫിക്ക് അതേപോലെ ഒരു ഫ്രണ്ടിനെയും കിട്ടി കളിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും സൂപ്പർ വെതറാട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു. അവിടെ കുറച്ചുകൂടെ നേരെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. സൈഡിലുണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര തണലും ഭയങ്കര കുറേ മരങ്ങൾ കുറച്ചും കൂടെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പാർക്കിൽ വന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ്. സാധാരണ ഇങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഇന്നൊരു ഒഫീഷ്യൽ സമ്മർ ആയതുകൊണ്ടായിരിക്കാം അടിപൊളി വെതറൊക്കെയാണ്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്, സൈക്കിൾ ഓടിക്കുന്നുണ്ട്, ബോളും മറ്റേ എന്താ പറയുക ഷട്ടില്. അങ്ങനെ പാർക്കിലൊക്കെ ഫുൾ തിരക്കാണ്. നമ്മൾ തൽക്കാലം തിരക്കില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇരിക്കുന്നുണ്ട്. ഗൈസ്, ഞാൻ ജിമ്മിൽ പോവാനായിട്ട് പോവുകയാണ്. പാർക്കിലൊക്കെ ടോഫിനെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞു. ഒടുക്കത്തെ വെയിലാട്ടോ. അപ്പോൾ ഇപ്പോൾ ജിമ്മിലൊന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാം.
അങ്ങനെ നടക്കാനെല്ലാം പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് വരാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ സൂപ്പർ വെതറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ LA ഫിറ്റ്നസ്സിലെത്തി. ഫസ്റ്റാണ് ഞാൻ ട്രെഡ്മില്ലൊന്ന് ജസ്റ്റ് നടന്നു കേട്ടോ, 2 കിലോമീറ്റർ എന്തോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ചെറിയ മെഷീൻസിലൊക്കെ കുറച്ച് എക്യുപ്മെൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ എക്സസൈസസ് ഒക്കെ ചെയ്തു. കുറേ നേരം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഈവനിങ് ഡേ ചുമ്മാ കാണിച്ചതാണ്. ജിം ഡേ എന്നുള്ള രീതിയിൽ ഞാൻ വേറെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സസൈസ് ചെയ്ത് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ജിമ്മെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കടലപ്പൊടിയും ആലോവേര ജെല്ലും തൈരും ഇത് 3ആണ് നമ്മൾ ഇട്ടിട്ട് ഫേസിലിട്ടത് കേട്ടോ. നല്ല ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് ഇട്ടതെന്ന്, ചേച്ചിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തേരം കുറച്ചൊരു ഇരുന്നു. ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് രാത്രി ആവത്തില്ല. അതുപോലെ ടോഫിക്ക് നമ്മൾ മൂക്കിലൊരു ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യണമായിരുന്നു. അതിനിടെ വേറൊരു പട്ടി നടന്നുപോയി, അതാണ് അവൻ അവിടെ കുരച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പകുതി കുറേ ഒക്കെ ഉണങ്ങിയിട്ട് പിന്നെ നമ്മൾ അധികം നേരം വെച്ചില്ല, കാരണം കുറേ നേരം വെച്ചാലും പ്രശ്നമാവില്ലെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഉണങ്ങിയപ്പോഴത്തേക്കും നമ്മളത് പെട്ടെന്ന് തന്നെ അത് കഴുകി കളഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ അതങ്ങ് വാഷ് ചെയ്തു. പക്ഷേ എനിക്ക് കുറേ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര സ്കിന്ന് മൊത്തത്തിൽ മാറി എന്നല്ല ഞാൻ പറയണത്, എന്നാലും ടാനൊക്കെ പോയി ലൈക്ക് മുഖത്തുണ്ടായ അഴുക്കൊക്കെ പോയിട്ടൊന്ന് ഫ്രഷായ ഫീൽ കിട്ടി. ലൈക്ക് ഞാൻ നിങ്ങൾക്കിത് സംഭവം എന്തായാലും സജസ്റ്റ് ചെയ്യും. ബട്ട് ഞാൻ അന്നോട്ട് ഡിസൈഡ് ചെയ്തു എല്ലാ ദിവസവും ഇത് ഇടാമെന്ന്. ലൈക്ക് പെട്ടെന്ന് മൊത്തത്തിൽ മാറി എന്നല്ല പറയണേ, പക്ഷേ ഫേസ് ഒന്ന് ഫ്രഷായി, അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞു, നമുക്ക് ലോണ്ട്രി ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഇവിടെ ഇപ്പോൾ രാത്രി 10 മണിയായിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി കുറച്ച് അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും ലോണ്ട്രി ഇട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ഫൈനലി ലോണ്ട്രി ഇട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മുട്ടയുണ്ട്, ഫിഷുണ്ട്, ബീഫുണ്ട്, കൊണ്ടാട്ടമുണ്ട്, ചിക്കനുണ്ട്, എന്തോ തോരനുണ്ട്, അച്ചാറുണ്ട്, ഇത്രയും കറികളുണ്ട്. നമ്മുടെ ടോഫിയുണ്ട്. പൊതിച്ചോറിൻ്റെ ഒപ്പം തന്നെ സാമ്പാറും മോരുകറി, പായസം, മീൻകറി ഇത് 4ഉം കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തറവാട്ടിലെ സാധാ പൊതിച്ചോറല്ല, തറവാട് പൊതിച്ചോറ് എന്തോ ആയിരുന്നു, ചിക്കൻ പൊതിച്ചോറോ ബീഫ് പൊതിച്ചോറോ അല്ല. അതുകൊണ്ടാണ് ഇതിലെല്ലാം ഉണ്ടായത്. ലൈക്ക് മീൻകറിയും ഫിഷ് ഫ്രൈയും അതേപോലെ തന്നെ സാമ്പാറും മോരുകറിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായത് അതായതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമായിരുന്നു ഞാനിങ്ങനെ കഴിക്കണേ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കുറച്ചേ ഉള്ളൂ, പക്ഷെ സൂപ്പറാ, കൊള്ളാം. ചോറ് കഴിക്കുമ്പോൾ ആശ്വാസം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി കുറച്ച് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അത് കുറച്ച് നേരം കഴിയുമ്പോൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വയറ് നല്ല രീതിയിൽ നിറഞ്ഞു. സൂപ്പർ ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഒരു അടിപൊളി പൊതിച്ചോറ് കഴിക്കുന്നത്. പിന്നെ അസൈൻമെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സിനിമ കണ്ടിട്ട് കിടക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസൈൻമെൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചേച്ചി കുറച്ച് വീഡിയോസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം എടുത്തു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മലയാളി ഫ്രം ഇന്ത്യ കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഈവനിങ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.